വന്ന് വന്ന് ഇതൊരു കുക്കിംഗ് ചാനൽ ആവുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം കഴിഞ്ഞ 2 തവണയും ഞാൻ ഇട്ടത് കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു കേട്ടോ. ഇതിനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇതിൽ മൊത്തം ഇല്ല. പിന്നെ പോരാത്തതിന് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പോകാൻ നേരത്തെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് മാത്രം കാണിച്ചു തരാം കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ മോയ്സ്ചറൈസറും ലിപ് ബാമും ഇട്ടതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ തന്നെ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ കൺസീലർ ഇട്ട് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഞാൻ മറയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. ആദ്യം കുറച്ചിട്ട് അതത്ര അങ്ങ് പോരാന്ന് തോന്നിയിട്ട് ഞാൻ വീണ്ടും കൺസീലർ ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് ചുറ്റും വിളറി വെളുത്തിരിക്കുകയായിരുന്നു. അത് സാരില്ല, അത് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ആയിക്കോളും എന്നുള്ള ആത്മവിശ്വാസം, ട്രസ്റ്റ് ദ പ്രോസസ് എന്നാണല്ലോ. പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ടിട്ട് ആ കൺസീലർ അവിടെ അങ്ങ് സെറ്റാക്കി അങ്ങ് വെക്കും. അങ്ങനെ ഞാൻ ആ ബേസ് അങ്ങ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്ത് വേണം നമ്മൾ താജ്മഹൽ പണിയാനായിട്ട്. ഞാൻ ഏറ്റവും കൂടുതൽ എന്തെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്ത് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കണ്ണിലായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുക. കാരണമൊന്നുമില്ല, കാരണം എന്തെങ്കിലും ചെയ്യാൻ അറിയാവുന്ന ആ കണ്ണി മാത്രമാണ്, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മാൾസിൻ്റെ ഒരു ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ആ ഓറഞ്ച് കളർ മാത്രമാണ് ഞാൻ അതിൽ നിന്ന് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അതെടുത്തിട്ട് ജസ്റ്റ് ഒത്തിരി ഇല്ല, ചെറിയൊരു കളർ വരാൻ പാകത്തിന് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അവസാനം നോക്കണം. ജസ്റ്റ് കണ്ണ് ഇത് ലിപ്സ്റ്റിക് ഇട്ടൊരു ലുക്കേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ഒരുങ്ങുന്നത്. ആക്ച്വലി ഇത് വലിയ ഒരുക്കമൊന്നുമല്ല. പിന്നെ ഞാൻ ആ ഒരു വൈറ്റ് കളർ കണ്ടോ, അത് ഞാൻ എടുത്തിട്ട് എപ്പോഴും നമ്മുടെ ഐബ്രോസിൻ്റെ താഴെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ അതടിച്ച് കഴിയുമ്പോൾ രസമുണ്ട് കാണാൻ, അത്രേ ഉള്ളൂ. കണ്ണിൻ്റെ മേളിൽ കളർ അടിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കണ്ണ് എഴുതാം കേട്ടോ. കണ്ണ് ഞാൻ ഭയങ്കര ചെറുതായിട്ടാണ് എഴുതുന്നത്, കാരണം ഓൾറെഡി എൻ്റെ വലിയ കണ്ണാണ്. അപ്പോൾ ഞാൻ 2 കണ്ണും ഒരുപോലെ എഴുതാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും രണ്ടും 2 രീതിയിലാണ് ഇരിക്കുന്നത്. ചെറിയൊരു വാലിട്ടാണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. പിന്നെ കുറച്ച് മസ്കാര ഇട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. കണ്ണിൽ അത്രയും പരിപാടി നമ്മൾ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മെയിൻ ടാസ്കിലേക്ക് കിടക്കാം. എൻ്റെ 2 പിരുവും 2 രീതിയിലാണ് ഇരിക്കുന്നത്. അത് ഏകദേശമെങ്കിലും ഒന്ന് അടുത്തെത്തിക്കാൻ ഞാൻ നോക്കാറുണ്ട് കേട്ടോ. എത്രയൊക്കെ ശ്രമിച്ചാലും അത് 2 രീതിയിലേ ഇരിക്കത്തുള്ളൂ. എന്നാലും അതും കൂടെ കഴിഞ്ഞ് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ഇറങ്ങണേക്ക് മുന്നേ ഒരു പൊട്ടും കൂടെ ആവാം എന്ന് ഓർത്തിട്ട് ഞാൻ ഒരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു റെഡ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.